അന്താരാഷ്ട്ര വാർത്ത കൂടി പരിശോധിക്കാം. പുത്തൻ പുലരിയിൽ കാനഡയിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. പുതിയ മന്ത്രിസഭയിൽ 28 ക്യാബിനറ്റ് മന്ത്രിമാരും കൂടാതെ 10 സ്റ്റേറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടും. ഭാരത വംശജരും മന്ത്രിസഭയിൽ കാനഡയിലെ പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, കാനഡയിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഭാരത വിരുദ്ധ നിലപാടുകൾ ഏറെ വിവാദമായിരുന്നു. കൃത്യമായിട്ടുള്ള മറുപടി നയതന്ത്ര തലത്തിൽ കൃത്യമായ ഭാഷയിൽ ഭാരതം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായിരിക്കും പുതിയ മന്ത്രിസഭയുടെ നയം, ഐസൻ? ജിഷ്ണു, പുതിയ മന്ത്രിസഭയുടെ നയം സംബന്ധിച്ച് ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാനഡയുടെ മാറ്റം അടിയന്തരമായി കൊണ്ടുവരിക എന്ന കൃത്യമായൊരു നീക്കമാണ്. അതായത് വിവിധങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുമായി വലിയൊരു സംഘർഷം കാനഡയുടെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട്. ട്രംപ് കാനഡയെ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആക്കണമെന്ന നിലപാടൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതിനെയെല്ലാം എതിർക്കുന്നൊരു നിലപാട് മാർക്ക് കാർണിയുടെ ഭാഗത്ത് നിന്ന് അമേരിക്ക സന്ദർശന വേളയിൽ തന്നെ, അതായത് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ തുടർച്ചയായ രീതിയിലുള്ളൊരു സംഘർഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കാനഡയെ മേഖലയിലെ എനർജി സൂപ്പർ പവർ ആക്കുക എന്നൊരു പ്രയോറിറ്റിയാണ് പ്രധാനമായും ഇപ്പോൾ മാർക്ക് കാർണി മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ അടിയന്തരമായി മാറ്റങ്ങൾ കൊണ്ടുവരിക, മാറ്റങ്ങളുടെ ആ ഒരു തേരാളിയാകുക ഉടൻ തന്നെ എന്നൊരു കൃത്യമായ നിലപാട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം, ചാൾസ് മൂന്നാമൻ 27-ാം തീയതി പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുമെന്ന വിവരവും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായൊരു വിഷയം നമുക്ക് എടുത്തു പറയേണ്ടത്, അനിത ആനന്ദ്, ഇന്ത്യൻ വംശയായ അനിത ആനന്ദാണ് പുതിയ വിദേശകാര്യമന്ത്രി, പുതിയ ക്യാബിനറ്റിൽ വിദേശകാര്യമന്ത്രി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 28 ക്യാബിനറ്റ് മന്ത്രിമാരും 10 സ്റ്റേറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഏതാണ്ട് 10-ലേറെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിസഭാംഗങ്ങളെ ഒഴിവാക്കി മറ്റ് മന്ത്രിസഭാംഗങ്ങളെ നിലനിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു മാറ്റം ഈ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഭാരതവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന കൃത്യമായൊരു നീക്കം കാനഡയുടെ ഭാഗത്ത് നിന്ന് ജസ്റ്റിൻ ട്രൂഡോ ഉണ്ടായിരുന്നപ്പോഴും നടന്നിരുന്നു. പക്ഷേ ഭാരതം എതിർക്കുന്ന ഒരു വിഷയം, ഖാലിസ്ഥാൻ ഭീകരർക്ക് അവിടെ ഒരു സുരക്ഷിത താവളം ഒരുക്കുന്ന ഒരു രീതി, അത് അംഗീകരിക്കാനാവില്ല എന്നതാണ് ഭാരതവും കാനഡയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് കോൺസുലേറ്റുകളെ ആക്രമിക്കുന്നതും അത്തരത്തിലുള്ള വിഷയങ്ങൾ, നയതന്ത്ര പ്രതിനിധികളെ ആക്രമിക്കുന്ന വിഷയങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങളിലായിരുന്നു ശക്തമായൊരു അഭിപ്രായ വ്യത്യാസം ഭാരതവും കാനഡയും തമ്മിൽ നിലനിന്നിരുന്നത്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ അഭിസംബോധന ചെയ്യപ്പെടണമെന്നതാണ് ഇനിയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഖാലിസ്ഥാൻ വിഭാഗങ്ങൾ അവിടെ നടത്തുന്ന ആക്രമണങ്ങളെയെല്ലാം തന്നെ, അല്ലെങ്കിൽ അവിടെ നിന്ന് പണം സമ്പാദിച്ചത് ഭാരതത്തിലെ ഖാലിസ്ഥാൻ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന വിഷയങ്ങൾക്കും വേണ്ടി ഇടപെടുന്നുവെന്ന നിലപാടെല്ലാം കൃത്യമായി ഭാരതം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ എങ്ങനെ അഭിസംബോധന ചെയ്യണം? രാജ്യം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ, അത് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിലാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നൊരു പ്രയോറിറ്റൈസേഷനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയായാലും മാറ്റങ്ങളുടെ തുടക്കം ഉടൻ ആരംഭിക്കുമെന്ന ഒരു നിലപാട് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ജിഷ്ണു. ഓക്കെ, ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പുതിയ മന്ത്രിസഭ കാനഡയിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകും, പ്രത്യേകിച്ച് കാനഡയെ സംബന്ധിച്ച് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു വിദേശ പാശ്ചാത്യ പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കാനഡ എന്നുള്ളത് വ്യക്തം. ഇംഗ്ലീഷ് പറയുകയും കൂട്ടിടുകയും ചെയ്തു ഒഴിച്ചു കഴിഞ്ഞാൽ ഭീകരവാദികൾക്ക് താവളം ഒരുക്കുക, അവർക്ക് വേണ്ട അവരെ പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് രാഷ്ട്രീയ വേദികൾ ഒരുക്കുക, അവർ ഭാരതത്തിനെതിരായി എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ അനുകൂലിക്കുക, അതിന് മറ്റു പല ഉപനപ്പേരുകളും ഇട്ട് വിളിക്കുക എന്നുള്ള വോട്ടിന് വേണ്ടിയിട്ടായിരുന്നിരിക്കണം. ഇവിടെ പല നേതാക്കളും ചെയ്യുന്ന പോലെ തന്നെ ഒരു വോട്ട് ബാങ്ക് അദ്ദേഹം വളർത്തിയെടുത്തിരിക്കുകയായിരുന്നിരിക്കണം ജസ്റ്റിൻ ട്രൂഡോ. എന്തായാലും അദ്ദേഹം സാധിച്ചില്ല. വാളെടുത്തവൻ വാളാലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ട്രൂഡോ പോയി. അപ്പോൾ പുതിയ സർക്കാരെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയണം. കാരണം കാനഡയുടെ ഒരു സൗജന്യം കൊണ്ടല്ല ഭാരതം നിലനിൽക്കുന്നത്. ഭാരതത്തിൽ നിന്ന് ഒട്ടേറെ പേർ അവിടെ തൊഴിൽ തേടിയോ വിദ്യാഭ്യാസത്തിനോ പോകുന്നുണ്ടെങ്കിൽ അവർ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയിൽ, കാനഡയുടെ സമ്പദ്ഘടനയിൽ, കാനഡയുടെ വികസനത്തിൽ വഹിക്കുന്ന പങ്കും ഒട്ടും മോശമല്ല എന്നുള്ള തിരിച്ചറിവ് പുതിയ സർക്കാരിനുണ്ടായിക്കഴിഞ്ഞാൽ കാനഡയ്ക്കും നല്ലത്, ഭാരതീയർക്കും നല്ലത്.